ഹലോ, വെൽക്കം ടു എ റാൻഡം ഈവനിംഗ് വ്ളോഗ് ഇൻ ലണ്ടൻ. കോലാഹലങ്ങളില്ലാത്ത ശാന്തമായ ഒരു ഈവനിംഗ് വ്ളോഗ്. ഇവിടുത്തെ ഒരു വെതർ എന്ന് പറയുന്നത് നല്ല കാറ്റും മഴയുമാണ്. ഒരു സ്നോ പ്രതീക്ഷിച്ചെങ്കിലും അത് നടന്നില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ബ്രിട്ടീഷുകാരെ പോലെ തണുപ്പ് മാറാൻ കോസ്റ്റയിൽ പോയി ഒരു കോഫി കുടിച്ചു. ഈ കോസ്റ്റയിൽ ഇവർ നമ്മൾ 10 കോഫി മേടിച്ചാൽ ഒരു കോഫി ഫ്രീ ആയി തരും. എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു ഫ്രീ കോഫിക്ക് വേണ്ടി ഞാൻ 10 കോഫി കുടിക്കാറുണ്ട്. കോഫി കുടിച്ചു കഴിഞ്ഞാൽ നേരെ പോയത് ക്ലോക്ക് ടവറിലോട്ടാണ്. ഇവിടെ മ്യൂസിയം, കഫേ, ലൈബ്രറി എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ആൻഡ് ഇവിടെ അവരുടെ ഒരു സിഗ്നേച്ചർ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കേക്ക് ഐ ഹാവ് എവർ ഹാഡ് ഇൻ മൈ ലൈഫ്. Actually, they have 1, 2, 3 layers of cake, and it's the cream on it. It feels like butter. It doesn't feel like cake cream at all. It just feels like butter. I love to be a vampire. Basically, if I was a born vampire, I would have done many things. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു വി ആർ മൂവിങ് ഔട്ട് ഓഫ് ദ റെസ്റ്റോറൻറ്റ്. നല്ല വൈബുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വയസ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് റിലാക്സ് ചെയ്ത് കോഫിയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. സം പീപ്പിൾ കം ടു സ്റ്റഡി, സം പീപ്പിൾ കം ടു റീഡ്. ഇറ്റ്സ് എ വെരി ക്വയറ്റ് പ്ലേസ്. ആൻഡ് യു നോ വാട്ട്, ദിസ് പ്ലേസ് ഇസ് വെരി ഓസം. ലെറ്റ്സ് ഗോ ടു ദി UK's ഫേമസ് പ്രൈമാർക്ക്. ഇത് പണ്ട് സുഡിയോ പോലെയായിരുന്നു, ബട്ട് നൗ ഇറ്റ് ഈസ് നോ മോർ പോക്കറ്റ് ഫ്രണ്ട്ലി. പക്ഷേ 2 ദിവസം കൂടുമ്പോൾ അവിടെ കയറി നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാറ്റത്തി തള്ളിപ്പിടിച്ച് പോകുന്ന മലമറിക്കാനല്ല കേട്ടോ, ഒരു ബിരിയാണി കഴിക്കാനാണ്. നമ്മുടെ നല്ല നാടൻ ചിക്കൻ ദം ബിരിയാണി. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദേഷ്യം വന്നാലും വിഷമം വന്നാലും ബിരിയാണി തപ്പിപ്പോകുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എനിക്ക് കണ്ടുപിടിച്ചാണ് കേട്ടോ ഞാൻ ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇവിടെ പുഴുങ്ങിയ മുട്ടയോടുകൂടെ ബിരിയാണി കിട്ടും ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. പുറത്തിറങ്ങിയപ്പോഴത്തേനും സൺസെറ്റ് ആയിരുന്നു. ഇവിടെ 4:15 സൺസെറ്റ് ആവും ആൻഡ് ദിസ് ഇസ് 4:30 ഹിയർ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. ബൈ ബൈ.